Hi all. നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, മൊഡ്യൂൾ 5. അതിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. f(f(x) is equal to 1/√2π integral minus infinity to infinity f of x into e raised to minus omega x dx. സോ ഇതിന് പറഞ്ഞ ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തരും. ആ ഫംഗ്ഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത്. അതായത് 1/√2π into integral minus infinity to infinity f of x into e raised to minus omega x dx. ഈ ഇക്വേഷൻ ആണ് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത്. അപ്പോൾ ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ക്വസ്റ്റ്യനിൽ ഈ ഇക്വേഷൻ പഠിച്ചാൽ തന്നെ യു വിൽ ഗെറ്റ് 2 മാർക്സ്. സോ ഈ ഇക്വേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സോ ഇത് കാണാതെ പഠിക്കുക. f(f(x) is equal to 1/√of ഇത് ക്യാപിറ്റൽ എഫ് ആണ്, ഇത് സ്മോൾ എഫ് എക്സ് ആണ്. ക്വസ്റ്റ്യനിൽ തരിക സ്മോൾ എഫ് ആണ്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ക്യാപിറ്റൽ എഫ് ഓഫ് സ്മോൾ എഫ് ഓഫ് എക്സ്. ക്യാപിറ്റൽ എഫ് ഓഫ് സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് f of x. Indication 1/√2π integral minus infinity to infinity f of x into e raised to minus omega x dx. ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് ഒന്ന് രണ്ട് കൺസെപ്റ്റ്സ് ആവശ്യമാണ്. അതിൽ ഒന്നാണ് ഓഡ് ഫംഗ്ഷൻ. ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് മൈനസ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സിനോട് ഈക്വൽ ആണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ ഓഡ് എന്ന് പറയും. ഉദാഹരണത്തിന് സൈൻ എക്സ്, എക്സ് ക്യൂബ്, ഇതെല്ലാം ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓഡ് ഫംഗ്ഷനെ -a to a ഇന്റഗ്രേറ്റ് ചെയ്താൽ 0 ആണ് കിട്ടുക. ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആവാം. അപ്പൊ -1 to 1 അല്ലെങ്കിൽ -2 to 2 ഒക്കെ ഒരു ഓഡ് ഫംഗ്ഷനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആയിരിക്കും. എഫ് ഓഫ് മൈനസ് എക്സ് എഫ് ഓഫ് എക്സിനോട് തുല്യമാണെങ്കിൽ അതിനെ ഈവൻ ഫംഗ്ഷൻ എന്ന് പറയും. അതായത് എക്സിന് സ്ഥാനത്ത് -x കൊടുത്താലും അതേ ഫംഗ്ഷൻ തന്നെ കിട്ടും. ഉദാഹരണത്തിന് എക്സ് സ്ക്വയർ, -x കൊടുത്താലും -x സ്ക്വയർ എക്സ് സ്ക്വയർ തന്നെയാണ്. ഇനിയിപ്പോ കോസ് ഓഫ് -x തന്നെയാണ്, കോസ് എക്സ് തന്നെയാണ്. മോഡ് എക്സ് കൊടുത്താലും മോഡ് ഓഫ് -x മോഡ് എക്സ് തന്നെയാണ്. സോ ഇതെല്ലാം ഈവൻ ഫംഗ്ഷൻസ് ആണ്. അപ്പോ എക്സ് സ്ക്വയർ, കോസ് എക്സ് ഒക്കെ അതായത് ഈവൻ പവർ വരുന്ന പോളിനോമിയൽസ് എല്ലാം എന്തായിരിക്കും? ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അതുപോലെ ഓഡ് പവർ വരുന്നതെല്ലാം ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഓഡ് പവർ എല്ലാം ഓഡ് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഈവൻ പവർ എല്ലാം എന്തായിരിക്കും? ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. ഈവൻ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് ഈവൻ ആണെങ്കിൽ -a to a എഫ് ഓഫ് എക്സ് ഡി എക്സിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 2 × 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സിനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ ഈ ഇന്റഗ്രൽ 0 ആയിരിക്കും. ഈവൻ ഫംഗ്ഷൻ ആകുമ്പോൾ ഈ ഇന്റഗ്രൽ -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് 2 × 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. ഈ രണ്ട് ഐഡിയ, ഈവൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ എന്നുള്ള ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. Find the Fourier transform of f of x is equal to 1 if mod x less than or equal to 1, 0 otherwise. ഈ ക്വസ്റ്റ്യന്റെ എഫ് ഓഫ് എക്സ് തന്നിട്ടുള്ളത് 1 ആണ്. മോഡ് എക്സിന്റെ വാല്യൂ മോഡ് എക്സിന്റെ വാല്യൂ 1നേക്കാൾ ചെറുതാവുന്നത്. മോഡ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മീനിങ് -1 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1. ഇവിടെ ഈക്വൽ ടു ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ -1 ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 1 ആണ് നമ്മുടെ ഇന്റർവെൽ. ഈ ഇന്റർവെല്ലിൽ 1 ആണ്, അല്ലാത്ത പുറത്തൊക്കെ 0. നമ്മൾ ആദ്യം ഈക്വേഷൻ കാണാതെ പഠിച്ചു. അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/√2π ഇന്റഗ്രൽ -∞ to ∞ എഫ് ഓഫ് എക്സ്. ഇതാണ് ഫോറിയർ ട്രാൻസ്ഫോം കാണാനുള്ള ഇക്വേഷൻ. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ 1 കൊടുക്കണം. എഫ് ഓഫ് എക്സ് 1 ആകുമ്പോൾ ലിമിറ്റ് ഉള്ളത് -1 to 1 ആവും ആസ് പെർ ദിസ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് എന്ത് കിട്ടും? 1/√2π ഇന്റഗ്രൽ -1 to 1 1 × e raised to minus omega x dx. ഒമേഗയോ ഡബ്ല്യു എന്ന് വിളിച്ചാലും കുഴപ്പമില്ല. ചില ബുക്കിലൊക്കെ ഈ ഡബ്ല്യൂന് വരെ എസ് എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. എസ് ആയാലും തെറ്റൊന്നുമില്ല. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നെക്സ്റ്റ് യൂസ് ചെയ്യേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു ഐ ആണെങ്കിൽ ഇവിടെ ഐ ഡബ്ല്യു എക്സിന്റെ കോസ് ഒമേഗ എക്സ് പ്ലസ് ഐ സൈൻ ഒമേഗ എക്സ്. ഇത് ഫേമസ് ഒരു ഫോർമുലയാണ്. ഇതിന് ഓയിലേഴ്സ് ഫോർമുല എന്ന് പറയും. ഓയിലേഴ്സ് ഫോർമുല അതായത് ഇ റേസ് ടു ഐ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇവിടെ തീറ്റയ്ക്ക് സ്ഥാനത്താണ് ഒമേഗ എക്സ്. ഓക്കെ, ഇനി ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ആണെങ്കിലോ? മൈനസ് ഐ തീറ്റ ആണെങ്കിൽ കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ. അപ്പൊ ഇവിടെ തീറ്റയ്ക്ക് സ്ഥാനത്താണ് ഒമേഗ എക്സ്. സോ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സ് ഇസ് ഈക്വൽ ടു കോസ് ഒമേഗ എക്സ് മൈനസ് ഐ സൈൻ ഒമേഗ എക്സ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സിന് പകരം കോസ് ഒമേഗ എക്സ് മൈനസ് ആണ്. ഓക്കെ, ഇത് കറക്ഷൻ മൈനസ്. ഓക്കെ,
കോസ് ഒമേഗ എക്സ് മൈനസ് ഐ സൈൻ ഒമേഗ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇത് എല്ലാ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഇക്വേഷനിലും ഈ ഒരു ഇ റേസ്റ്റ് മൈനസ് ഐ ഒമേഗ എക്സിന് പകരം നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കോസ് ഒമേഗ എക്സ് മൈനസ് ഐ സൈൻ ഒമേഗ എക്സ് എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് വരിക, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക, രണ്ട് ഇന്റഗ്രൽ ആക്കുക. അപ്പൊ ഒന്ന് -1 to n കോസ് ഒമേഗ എക്സ് ഡി എക്സ് ആവും, മറ്റൊന്ന് -1 to n സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ആവും. ഇവിടെ ഒരു ഐ ഉണ്ട്. ഓക്കെ, ഐ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ് ആവും, ഇവിടെ മൈനസ് ആവും. ഓക്കെ, സോ integral -1 to n cos omega x dx minus I into integral -1 to n sin omega x dx. ഈ cos omega x ഈവൻ ഫംഗ്ഷൻ ആണ്, sin omega x ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഈ വാല്യൂ 0 ആയി പോകും. ഓക്കെ, ഓഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് cos omega x is even we can write ഈ ഇത് എന്ന് പറയുന്നത് 2 into 0 to n cos omega x dx ആവും. നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് 2 into 0 to എയുടെ സ്ഥാനത്തുള്ള 1 ആണ്. 2 into 0 to 1 f of x cos omega x dx. cos omega x ഈവൺ ആണ്. ഓക്കെ, ഇനി sin omega x ഓഡ് ആയതുകൊണ്ട് ഈ ഇന്റഗ്രൽ 0 ആവും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബാക്കി f of x is equal to 1 by root 2 pi 2 into integral 0 to 1 cos omega x dx. ഓക്കെ, സോ ഈ 2 പുറത്തേക്ക് എടുക്കുക. 2ഉം root 2ഉം കട്ട് ചെയ്ത root of 2 by pi ആവും. cos omega x ഇന്റഗ്രേറ്റ് ചെയ്ത sin omega x by omega, ലിമിറ്റ് 0 to 1. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുത്തു, അപ്പൊ sin omega by omega എന്ന് കിട്ടി. ലോവർ ലിമിറ്റ് sin 0 ആവും, sin 0 0 ആയി മാറും. അപ്പൊ നമുക്ക് ബാക്കി കിട്ടുക root of 2 by pi into sin omega by omega എന്ന് കിട്ടും. ഓക്കെ, ഇത് ജസ്റ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യണം. സോ ദിസ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. എഫ് ഓഫ് എക്സ് 1 ആണെങ്കിൽ മോഡ് എക്സ് ലെസ് ആണ് കിട്ടുക. എല്ലാ ചോദ്യവും സെയിം പാറ്റേൺ തന്നെയാണ്. നമ്മൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക. അതിനുശേഷം ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ എക്സിന് പകരം കോസ് ഒമേഗ എക്സ് മൈനസ് ഐ സൈൻ ഒമേഗ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, രണ്ട് ഇന്റഗ്രലാക്കുക. അപ്പൊ ഒരെണ്ണം ഓടും, ഒരെണ്ണം ഈവൺ ആയിരിക്കും. ഓടായിട്ടുള്ളത് 0 ആയിട്ട് പോകും, ഈവൺ ആയിട്ടുള്ളതിന് പകരം 2 into 0 to 1 കോസ് 1 എന്താണോ ഇവിടെ ഉള്ളത് അതാക്കുക, എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇതാണ് എല്ലാ പ്രോബ്ലത്തിലും ചെയ്യേണ്ടത്. നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 minus x square if mod x less than or equal to 1, 0 otherwise. Okay, so 1 minus x, ഇവിടെ f of x 1 minus x square ആണ്. ഇവിടെയും ലിമിറ്റ് -1 to 1 തന്നെയാണ് വരിക. അപ്പൊ ഇവിടെ f of x സ്ഥാനത്ത് ഞാൻ എന്ത് കൊടുത്തു? 1 minus x square കൊടുത്തു. ഓക്കെ, ഇനി അതിന് ഇവിടെ e raised to minus i omega x ന് പകരം cos omega x minus i sin omega x എന്ന് കൊടുത്തു. എന്നിട്ട് ഇതിനെ രണ്ട് ഇന്റഗ്രലാക്കി സ്പ്ലിറ്റ് ചെയ്തു. സോ ഈ ഇന്റഗ്രൽ എന്ന് പറയുന്നത് -1 to 1 minus x square cos omega x dx ആണ്. അടുത്ത ഇന്റഗ്രൽ -i into -1 to 1 minus x square sin omega x dx ആണ്. ഓക്കെ, ഇവിടെ 1 minus x square എന്നുള്ളത് ഈവൻ ഫംഗ്ഷൻ ആണ്, കാരണം എക്സിന്റെ പവർ ഈവൻ ആണ്. സോ ദിസ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. ഓക്കെ, cos omega x ഉം ഈവൻ ആണ്. എപ്പോഴും രണ്ട് ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഓഡ് ഫംഗ്ഷൻ ഇൻറ്റു ഓഡ് ഫംഗ്ഷൻ ഈവൺ ആയിരിക്കും. രണ്ട് ഓഡ് ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് ഈവൺ ആയിരിക്കും. ഇനി ഒരു ഓഡ് ഫംഗ്ഷൻ ഇൻറ്റു അനദർ വൺ ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ, തിരിച്ചായാലും ഈവൻ ഫംഗ്ഷൻ ഇൻറ്റു ഓഡ് ഫംഗ്ഷൻ ആയാലും അത് ഓഡ് ആയിരിക്കും. ഇനി രണ്ട് ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ, രണ്ട് ഈവൻ ഫംഗ്ഷൻസിന്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഈവൺ ആയിരിക്കും. ഓക്കെ, സോ അത് യൂസ് ചെയ്യുമ്പോൾ ഇവിടെ 1 minus x square ഈവൺ ആണ്, ഇതും ഈവൺ ആണ്. സോ അതിന്റെ പ്രൊഡക്റ്റ് ഈവൺ ആയിരിക്കും. സോ അതിനെ നമുക്ക് 2 into 0 to 1 minus x square cos omega x dx എഴുതാം. ഓക്കെ, ഇനി sin omega x ഓൺ ആണ്, ഇത് ഈവൺ ആണ്. ഓക്കെ, അപ്പൊ ഈവൺ ഇൻറ്റു ഓൺ ആണ് ഇവിടെ. ഓക്കെ, 1 minus x square ഈവൺ ആണ്, sin omega x ഓൺ ആണ്. സോ ഈവൺ ഇൻറ്റു ഓഡ് ഓൺ ആയിരിക്കും. ഓഡ് ആകുമ്പോൾ -1 to 1 ഇന്റഗ്രൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, സോ ഈ ഇന്റഗ്രല് കംപ്ലീറ്റ്ലി 0 ആയിപ്പോയി. ഈ ഇന്റഗ്രല് കംപ്ലീറ്റ്ലി 0 ആയിപ്പോയി. ബാക്കി ഇതിനെ നമുക്ക് 2 into 0 to 1 minus x square cos omega x dx നമുക്ക് എഴുതാൻ പറ്റും. ആ 2 പുറത്തെടുത്താൽ 2 by root of 2 pi 0 to 1 minus x square cos omega x dx. നമ്മൾ ഫോറിയർ ഇന്റഗ്രലില് ചെയ്ത പോലെ ഇത് u ഇത് v ആയിട്ട് എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇന്റഗ്രൽ u v dx ന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം.
അപ്പൊ യു 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പൊ യു ഡാഷ് എന്ന് പറയുന്നത് -2x ആയിരിക്കും. യു ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് -2 ആയിരിക്കും. യു ട്രിപ്പിൾ ഡാഷ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ നമ്മൾ യു ഡബിൾ ഡാഷ് വരെയാണ് നോൺ സീറോ ആയിട്ട് വരുന്നത്. അപ്പൊ യു ഇൻറ്റു വി വൺ ആണ്. അപ്പൊ നമ്മൾ ആദ്യം വി വൺ കാണണം. ഓക്കെ, നമുക്ക് ഇക്വേഷൻ അറിയാം. യു യു ബി ഡി എക്സ് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു വി വൺ മൈനസ് യു ഡാഷ് ഇൻറ്റു വി ടു പ്ലസ് യു ഡബിൾ ഡാഷ് ഇൻറ്റു വി ത്രീ. ഇതിങ്ങനെ അവസാനിക്കാതെ പോവും. പക്ഷെ യു ഡബിൾ ഡാഷ് ശേഷം എല്ലാം 0 ആയതുകൊണ്ട് ഈ 3 ടേംസ് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. സോ ഇവിടെ വി എന്ന് പറയുന്നത് കോസ് ഒമേഗ എക്സ് ആണ്. അപ്പൊ യുവിന്റെ കൂടെ വി വൺ കിട്ടണം. വി വൺ എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. കോസ് ഒമേഗ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ. അപ്പൊ നമുക്ക് വി വൺ കിട്ടി. ഇനി വി ടു കിട്ടാൻ എന്ത് ചെയ്യണം? ഈ വി വണ്ണിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ സൈനിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് ഒമേഗ എക്സ്. ഇവിടെ ഓൾറെഡി ഒമേഗ ഉണ്ട്. സോ അത് ഒമേഗ സ്ക്വയർ ആവും. ഓക്കെ, ഇനി വി ത്രീ കിട്ടാനോ? വീണ്ടും ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ മൈനസ് കോസ് ഒമേഗ എക്സ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ. ഇവിടെ ഒമേഗ സ്ക്വയർ ഉണ്ട്. സോ ഇതെന്തായിട്ട് മാറും? ഒമേഗ ക്യൂബ് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ വി വൺ, വി ടു, വി ത്രീ മൂന്നും കണ്ടുപിടിച്ചു. ഞാൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ യു ഇൻറ്റു വി വൺ മൈനസ് യു ഡാഷ് ഇൻറ്റു വി ടു പ്ലസ് യു ഡബിൾ ഡാഷ് ഇൻറ്റു വി ത്രീ. അപ്പൊ പുറത്തൊരു റൂട്ട് ഓഫ് 2/5 അത് അവിടെ നിർത്തി. യു എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ദിസ് ഇസ് യു ആൻഡ് ദിസ് ഇസ് വി വൺ. പിന്നെ ഇത് യു ഡാഷ് ഇൻറ്റു വി ടു. ദിസ് ഇസ് വി ടു. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ദിസ് ഇസ് യു ട്രിപ്പിൾ ഡാഷ് ആൻഡ് ദിസ് ഇസ് വി ത്രീ. ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലിമിറ്റ് 0 to 1 ആണ്. അപ്പൊ ഞാൻ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുത്തു. അപ്പർ ലിമിറ്റ് 1 ആണ്. അപ്പൊ 1 മൈനസ് 1 0 ആയി. സൈൻ 0 ഇൻറ്റു എന്ത് ചെയ്താലും 0 ആണല്ലോ. അപ്പൊ അത് കംപ്ലീറ്റ്ലി 0 ആയി. ഇവിടെ എക്സിന് 1 കൊടുത്താൽ -2. ഇവിടെ എക്സിന് 1 കൊടുത്താൽ മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ. ഇവിടെ -2 ഇൻറ്റു ഇവിടെ എക്സിന് 1 കൊടുത്താൽ മൈനസ് സൈൻ ഒമേഗ ബൈ ഒമേഗ ക്യൂബ്. ഓക്കെ, അതാണ് അപ്പർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എല്ലാത്തിനും 1 കൊടുത്തു. മൈനസ് എല്ലാത്തിനും 0 കൊടുക്കുക. അപ്പൊ ഇവിടെ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാല് 1 മൈനസ് 0. ഇവിടെ എക്സിന് 0 കൊടുത്താൽ സൈൻ 0. സൈൻ 0ന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഇത് 0 ഇൻറ്റു എന്ത് ചെയ്താലും ഇത് 0 ആയിട്ട്. ഇനി ഇവിടെ എക്സിന് 0 കൊടുത്താൽ -2x എന്ന് പറഞ്ഞാൽ -2 ഇൻറ്റു 0 ആണ്. അപ്പൊ 0 ആയി പോയി. അപ്പൊ 0 ഇൻറ്റു എന്ത് ചെയ്താലും ഇതും 0 ആയി പോയി. ഇവിടെയും സൈൻ 0 വരും. അപ്പൊ അതും 0 ആയി. അപ്പൊ ലോവർ ലിമിറ്റ് കംപ്ലീറ്റ്ലി 0 ആയിട്ട് പോയി. അപ്പൊ ബാക്കിയുള്ളത് ഈ രണ്ട് ടേംസ് ആണ്. ഓക്കെ, അപ്പൊ അത് ഞാൻ അടുത്തത് എടുത്ത് എഴുതി. സോ മൈനസ് ഇവിടെ ഓൾറെഡി മൈനസും മൈനസും ഇത് പ്ലസ് ആവും. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. സോ മൈനസ് 2 കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ. ഇവിടെ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. സോ പ്ലസ് 2 സൈൻ ഒമേഗ ബൈ ഒമേഗ ക്യൂബ്. സോ ദിസ് ഈസ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദിസ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ എല്ലാ പ്രോബ്ലം സെയിം മെത്തേഡാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഈ ഇക്വേഷൻ പഠിക്കുക. ഈ ഇക്വേഷൻ പഠിച്ചാൽ തന്നെ 2 മാർക്സ് കിട്ടും. പിന്നെ ജസ്റ്റ് അതിൽ എഫ് ഓഫ് എക്സും ലിമിറ്റും പിന്നെ ഈ സ്റ്റെപ്പ് ഒക്കെ ചെയ്താൽ തന്നെ ഒരു 2 മാർക്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് വരെ പഠിച്ചു വെച്ചാൽ അതായത് ഇന്റഗ്രേഷൻ പാർട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്താലും യു വിൽ ഗെറ്റ് അറ്റ്ലീസ്റ്റ് 4 or 5 മാർക്സ്. ഓക്കെ, സോ 7 മാർക്ക് ക്വസ്റ്റ്യനിൽ ഇത്രയും സ്കോർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ മോഡ്യൂളിൽ നിന്ന് ഒരു 10 മാർക്സ് ഒക്കെ ഈസി ആയിട്ട് 2 ക്വസ്റ്റ്യൻ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഉണ്ടാവും. പക്ഷെ ഓപ്ഷണൽ ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഫോറിയർ സൈൻ ആൻഡ് കൊസൈൻ ട്രാൻസ്ഫോം ഉണ്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സൈൻ ആൻഡ് കൊസൈൻ ട്രാൻസ്ഫോമും ഒരു ക്വസ്റ്റ്യൻ ഫോറിയർ ട്രാൻസ്ഫോമും ഒന്ന് വരിക. അപ്പോൾ നിങ്ങൾ ഫോറിയർ ട്രാൻസ്ഫോമും പഠിക്കണം, സൈൻ ആൻഡ് കൊസൈൻ ട്രാൻസ്ഫോം പഠിക്കണം. അപ്പോൾ ജസ്റ്റ് ഇക്വേഷനിൽ ചെറിയൊരു വ്യത്യാസമേ. സൈൻ ആൻഡ് കൊസൈൻ ട്രാൻസ്ഫോം ഞാൻ നാളെ ഷെയർ ചെയ്യാം. ഒരു ഓഡിയോയും ഒരു വീഡിയോയും കൂടെ ഷെയർ ചെയ്യാം. സൈൻ ആൻഡ് കൊസൈൻ ട്രാൻസ്ഫോമിന്റെ ഓരോ പ്രോബ്ലംസ് വെച്ച് ഷെയർ ചെയ്യാം. സോ ഇത്രയും പഠിച്ചാൽ 10 മാർക്സ് നിങ്ങൾക്ക് മോഡ്യൂൾ 5 ഈസി ആയിട്ട് സ്കോർ ചെയ്യും. ജസ്റ്റ് ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പുകൾ പഠിച്ചു വെച്ചാൽ ഈക്വേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, അതുപോലെ ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ എക്സിന് കോസ് ഒമേഗ എക്സ് പ്ലസ് മൈനസ് ഐ സൈൻ ഒമേഗ എക്സ് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ഈവൻ ഫംഗ്ഷൻ ആണോ അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇന്റഗ്രേഷൻ പാർട്ട് സ്കിപ്പ് ചെയ്താലും വി മേ ഗെറ്റ് 4 or 5 മാർക്സ്. ഞാൻ 2 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് വ്യത്യാസമുള്ളത് ഇവിടെ എഫ് ഓഫ് എക്സ് എക്സ് ആണ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ കോസ് ഒമേഗ എക്സ് വരുമ്പോൾ ഓഡ് ഇൻറ്റു ഈവൻ ഇത് ഓഡായിട്ട് മാറും.
അപ്പോ ഇവിടെ 0 ആയിട്ട് പോണത് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സിന്റെ ഇന്റഗ്രലായിരിക്കും. എന്നാൽ എക്സ് ഓടാണ്, സൈൻ ഒമേഗ എക്സ് ഓടാണ്. സോ ഓഡ് ഇൻറ്റു ഓഡ് ഈവൻ ആവും. അപ്പൊ ഈ പാർട്ട് 0 ആവില്ല. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരിക എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സിന്റെ ടേം ആയിരിക്കും. അപ്പൊ എക്സിനെ നമ്മൾ യുവും സൈൻ ഒമേഗ എക്സിനെ വി എടുത്തിട്ട് സെയിം പ്രൊസീജിയർ അപ്ലൈ ചെയ്താണ്. ഓക്കെ, സോ ദിസ് ആൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. പിന്നെ ഉള്ളത് എഫ് ഓഫ് എക്സ് ഇവിടെ മോഡ് എക്സ് ആണ്. ഓക്കെ, അപ്പൊ മോഡ് എക്സ് ആവുമ്പോൾ മോഡ് എക്സ് ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. അല്ല സോറി, മോഡ് എക്സ് ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ കോസ് ഒമേഗ എക്സും ഈവൻ ഫംഗ്ഷൻ. അപ്പൊ ഈവൻ ഇൻറ്റു ഈവൻ ഈവൻ വരും. അപ്പൊ സൈൻ ഒമേഗ എക്സിന്റെ ടൈം ഓഡായിട്ട് മാറും. സോ അത് 0 ആയി പോകും. അപ്പൊ 2 ഇൻറ്റു 0 ടു 1 മോഡ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് കിട്ടും. മോഡ് എക്സിന്റെ വാല്യൂ 0 ടു 1 എക്സ് ആണ്. അപ്പൊ ദിസ് ഈസ് ബിക്കംസ് ഇന്റഗ്രൽ 0 ടു 1 എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ്. അതിൽ പോസിറ്റീവ് ഇന്റർവെല്ലിൽ മോഡ് എക്സിന്റെ വാല്യൂ എക്സും നെഗറ്റീവ് ഇന്റർവെല്ലിൽ മോഡ് എക്സിന്റെ വാല്യൂ മൈനസ് എക്സും ആണ് വരിക. അപ്പൊ ഇവിടെ 0 ടു 1 എന്ന് പറയുന്നത് പോസിറ്റീവ് ഇന്റർവെൽ ആണ്. ഇതേപോലെ ഇപ്പൊ -1 ടു 0 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, -1 ടു 0 ആണെങ്കിൽ ഇത് നെഗറ്റീവ് ഇന്റർവെൽ ആണ്. അപ്പൊ മോഡ് എക്സിന്റെ വാല്യൂ മൈനസ് എക്സ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ മോഡ് എക്സിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, അത് ശ്രദ്ധിക്കണം. ഓക്കെ, ഇനിവേ ഈ രണ്ട് പ്രോബ്ലംസ് ട്രൈ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ വാട്സപ്പിൽ റിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.